നമസ്കാരം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ചവരിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയായ ആൽഡികാർബിന്റെയും കാഡ്മിയത്തിന്റെയും അംശം കണ്ടെത്തി. ഇവ ഭക്ഷണത്തിലൂടെയാണ് ഉള്ളിലെത്തിയതെന്നാണ് നിഗമനം. ഭക്ഷണ രീതിയെക്കുറിച്ച് പരിശോധന നടത്തുമെന്ന് സർക്കാർ നിയോഗിച്ച സമിതി വ്യക്തമാക്കി. ഇതിനിടെ രോഗം ബാധിച്ച് 16-കാരിയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3800 താമസക്കാരുള്ള ബദാൽ ഗ്രാമത്തിലാണ് അപൂർവ രോഗം പടർന്നത്. ഡിസംബർ 7-നായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് 13 കുട്ടികളും ഒരു ഗർഭിണിയുമടക്കം 17 പേരാണ് ഈ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചത്. പനിയും ശരീരവേദനയും അമിതമായ വിയർപ്പും ബോധം മറയലും അടക്കമുള്ള ലക്ഷണങ്ങളാണ് ഇവർ മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് പ്രകടിപ്പിച്ചത്. ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് 17 പേർ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാത്തരം അവധികളും റദ്ദാക്കി. എല്ലാ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കിയതായി രജൌരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ അമർജിത് സിംഗ് ഭാട്ടിയ പറഞ്ഞു. രോഗത്തിനെതിരായ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി ശൈത്യകാല അവധിയും റദ്ദാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ അസുഖം ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി സമ്പർക്കം പുലർത്തിയ 290 പേരെ മുൻകരുതലിന്റെ ഭാഗമായി ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിച്ചു. രജൌരിയിലെ നഴ്സിംഗ് കോളേജ്, GMC ആശുപത്രി എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ. രജൌരി ജില്ലയിൽ 45 ദിവസത്തിനിടെ 17 പേർ മരിച്ചത് പകർച്ചവ്യാധി മൂലമല്ലെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സ്ഥിരീകരിച്ചിരുന്നു. അജ്ഞാത വിഷവസ്തുവാണ് മരണത്തിന് കാരണമെന്ന് ലക്നൌവിലെ CSIR ലാബിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഏതുതരം വിഷവസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സംഭവത്തിൽ ഗൂഢാലോചന കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 11-അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ മരിച്ചവരുടെ അടുത്ത ബന്ധുക്കളായ 4 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രദേശം ബുധനാഴ്ച കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. ഗ്രാമത്തിൽ ജലസംഭരണിയിൽ കീടനാശിനിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെള്ളം കുടിച്ചതാകാം മരണത്തിലേക്ക് നയിച്ചതെന്ന് സംഘം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 7-നാണ് അജ്ഞാത രോഗം ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. പനി, അമിതമായ വിയർക്കൽ, ഛർദി, നിർജ്ജലീകരണം, ബോധക്ഷയം തുടങ്ങിയവയാണ് മരിച്ചവരിൽ കണ്ട പ്രധാന ലക്ഷണങ്ങൾ. 17 പേരായിരുന്നു ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. ഇതോടെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെന്നൈയിലെ എപ്പിഡെമിയോളജി സെന്ററിലും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇവയിലൊന്നും മരണകാരണം കണ്ടെത്താനായിരുന്നില്ല. 1.5 മാസത്തിനിടയിൽ ഇത്രയും പേരുടെ മരണത്തിന് കാരണമായത് കീടനാശിനിയാണെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂട്ടമരണമുണ്ടായ വീടുകളിലുള്ളവർ വെള്ളമെടുക്കുന്ന സമീപത്തെ ബാവോളി എന്ന പേരിൽ അറിയപ്പെടുന്ന ജലസംഭരണിയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതായിട്ടായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. മരണത്തിന് പിന്നിൽ ഏതെങ്കിലും വൈറസോ ബാക്ടീരിയയോ അല്ലെന്ന് നേരത്തെ തന്നെ അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപകടകരമായ ഒരു വിഷവസ്തുവാണ് രോഗബാധയ്ക്ക് കാരണമായിരിക്കുന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. മരിച്ചവരിൽ 14 പേർ കുട്ടികളാണ്. 3 സഹോദരങ്ങൾ ഉൾപ്പെടെ 6 കൗമാരക്കാർ നിലവിൽ രജൌരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമുണ്ട്. 200-ലധികം പേരാണ് ക്വാറന്റൈനിലുള്ളത്. ബദാൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാണ് കഴിഞ്ഞ ഡിസംബർ 7-നും 17-നും ഇടയിലായി രജൌരിയിൽ മരിച്ചത്. എന്താണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നില്ല. ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹ രോഗമാണോ സംഭവത്തിന് പിന്നിലുള്ളതെന്ന സാധ്യത കേന്ദ്ര സംഘം നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഡിസംബർ മാസം മുതലാണ് ദുരൂഹമായ കാരണങ്ങൾ കൊണ്ട് 3 കുടുംബങ്ങളിലെ കുട്ടികൾ ഉൾപ്പെടെ 17 അംഗങ്ങൾ മരിച്ചത്. മറ്റ് പലരും രോഗബാധിതരായി തുടരുകയാണ്. അതിനിടയിൽ 5 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. BNS സെക്ഷൻ 163 പ്രകാരം രജൌരി ജില്ലാ മജിസ്ട്രേറ്റ് അഭിഷേക് ശർമ്മ പുറപ്പെടുവിച്ച ഉത്തരവിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും അണുബാധ പടരുന്നത് തടയുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ടെയ്ൻമെന്റ് സോണിനുള്ളിലെ കുടുംബങ്ങൾക്ക് നൽകുന്ന എല്ലാ ഭക്ഷണങ്ങളിലും മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. മരണം സംഭവിച്ച കുടുംബങ്ങളുടെ വീടുകൾ സീൽ ചെയ്യുമെന്നും അനുമതിയില്ലാതെ ആരെയും പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കുടുംബങ്ങളിലെ വ്യക്തികളെയും അവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെയും തുടർച്ചയായ ആരോഗ്യ നിരീക്ഷണത്തിനായി ഉടൻ തന്നെ GMC രജൌരിയിലേക്ക് മാറ്റുമെന്നും കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറഞ്ഞിരുന്നു.